ഇന്ന് നമുക്ക് ആപ്ലിക് വർക്ക് സാരീസിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കാണിക്കുന്നത്. 1990 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും 1990 ബഡ്ജറ്റ് റേഞ്ച് ആണോ എന്നുള്ളത്. പക്ഷേ ഇതെല്ലാം വന്നത് എബവ് 2000 റേഞ്ചിലേക്കായിരുന്നു. അതുകൊണ്ടാണ് ഇത് 1990 എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു നല്ലൊരു പീച്ച് ഷെയ്ഡ്. പീച്ചിൻ്റെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന പീച്ചല്ല കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. അതിൻ്റെ വൺ സൈഡ് ബോർഡർ ഫുൾ ഇങ്ങനെ ആപ്ലിക് വർക്കാണ് ചെയ്ത് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ രണ്ട് ബോർഡേഴ്സും ഇതുപോലെ സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട്. സ്കാലപ്പും കൊടുത്തിട്ടുണ്ട്, ആപ്ലിക് വർക്കും കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ. ബോഡിയിൽ നമുക്ക് വരുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ഡിസൈൻസ് ബോഡിയിൽ വന്നിട്ടുണ്ട്. കോട്ട മെറ്റീരിയലാണ്, അപ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നമുക്ക് യൂസ് ചെയ്യാനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ നമ്മൾ അതായത് പ്ലീറ്റ്സ് ഇടുന്ന ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ് ഇടുന്ന പോർഷനിൽ ഈ ബോർഡർ പോർഷൻ കംപ്ലീറ്റ് വരും. പിന്നെ നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ ഡിസൈൻസ് 1990 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ മുന്താണി ഇടുമ്പോഴും ഇതുണ്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ സാരിയുടെ ഇത്. മുന്താണി ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലും ഈ ഒരു ആപ്ലിക് വർക്ക് വരും. പിന്നെ താഴെ ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കുന്ന ഈ ഒരു പോർഷനിൽ ചെറിയ ചെറിയ ഡിസൈൻസാണ് വരുന്നത്. ഇങ്ങനെയായിരിക്കും സാരി വരുന്നത്. 1990 സാരി നമ്പർ 1. ബ്ലൗസ് വരുന്നത് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസാണ് കേട്ടോ. ബ്ലൗസ് അല്പം കൂടെ കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. അടുത്തത് വരുന്ന അതിൻ്റെ ലാവൻഡർ ടോൺ സാരി നമ്പർ 2. എല്ലാ സാരീസിനും നമ്പർ കൊടുത്തിട്ടുണ്ട്, കാരണം ചെറിയ ചെറിയ വർക്കിൽ ഡിഫറൻസ് ഉള്ള സാരീസുണ്ട്. സാരി നമ്പർ 2 ഇതൊക്കെ സെയിം വർക്കാണ്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ലാവൻഡർ ടോൺ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല, അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. സാരി നമ്പർ 3 വരുമ്പോൾ പിങ്കിൽ നമുക്ക് പിങ്കിൽ അല്പം കൂടെ ഡാർക്കർ ടോണിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക് വർക്കാണ് പിങ്കിൽ വന്നിരിക്കുന്നത്. സെയിം അടുത്തത് വരുന്ന സാരി നമ്പർ 4 പീച്ച് ടോൺ. പീച്ചിൽ വരുമ്പം ഇതിൻ്റെ ആപ്ലിക് വർക്കിൻ്റെ ആ ഒരു കളറിൽ അല്പം കൂടെ ഡിഫറൻസ് ഉള്ള വർക്ക് കേട്ടോ. സാരി നമ്പർ 4 പീച്ച് തന്നെ. സാരി നമ്പർ 5 വരുമ്പം ഇതും ഒരു ലൈറ്റ് പീച്ചിലേക്ക് വരുന്ന ഒരു ഷെയ്ഡ്, ലൈറ്റ് പീച്ച്. സാരി നമ്പർ 5 ഇതേപോലെ ഇത് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ആപ്ലിക് വർക്ക്. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ ലാവൻഡറിൽ അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ടോണിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക് വർക്ക്. സാരി നമ്പർ 6 ഇതുണ്ടോ. 6 വരുമ്പോൾ ഇതേപോലെ അല്പം കൂടെ ഡിഫറെൻറ്റ് ടോണിൽ വന്നിരിക്കുന്ന വർക്ക് ഇങ്ങനെ. സാരി നമ്പർ 6. സാരി നമ്പർ 7 ഒരു ഗ്രീൻ, ഒരു പാരറ്റ് ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. സാരി നമ്പർ 7 അതിനകത്ത് വന്നിരിക്കുന്ന വർക്ക് ഇതേപോലെയാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു സീ ഗ്രീൻ ഷെയ്ഡിൽ. സാരി നമ്പർ 8 ഇതേപോലെ സീ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന വർക്ക്. സാരി നമ്പർ 9 വരുമ്പോൾ അഗെയിൻ പിങ്കിൻ്റെ ഒരു ടോൺ, ഒരു ബേബി പിങ്കിൻ്റെ ഒക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ ടോൺ. അതിനകത്ത് സെൽഫ് ടോണിൽ തന്നെ വന്നിരിക്കുന്ന വർക്ക്. സാരി നമ്പർ 9. സാരി നമ്പർ 10 ബേജ്. സാരി നമ്പർ 10 ബേജിൽ ബേജ് ടോണിൽ തന്നെ വന്നിരിക്കുന്ന വർക്ക്. സാരി നമ്പർ 10. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കോട്ട സാരിയിൽ ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന 1990 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. താങ്ക് യു.